ഞങ്ങൾ ഇന്നൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോണേ കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഞങ്ങളൊരു കേക്കും ഡ്രസ്സൊക്കെ ഞങ്ങൾ പിള്ളേർ സെറ്റുകൾ എല്ലാവരും കൂടി സെറ്റാക്കി. ഇവരുടെ രണ്ടുപേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് വെച്ചാൽ 22 വർഷമായി. പക്ഷേ ഇതുവരെ ഒരു ആനിവേഴ്സറിയും ഇവർ ആഘോഷിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഒരാഘോഷം അങ്ങോട്ട് കൊടുത്തേക്കാന്ന് കരുതിക്കൊണ്ട് ഞാനും ടീമും കൂടി ഒരുക്കിയ ഒരു കൊച്ചു ആനിവേഴ്സറി കേട്ടാ. ഈ കൊച്ചു ആനിവേഴ്സറിക്ക് ഇവരാണെങ്കിൽ ഞങ്ങൾക്ക് അതിലും വലിയൊരു പണി തന്ന്. വേറൊന്നുമല്ല, ഞങ്ങൾ വീട്ടിൽ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ട്രസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ നമ്മളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും സുനിച്ചേട്ടനും സുധുവും കൂടി ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണ കേക്കും ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങ് ചെന്നപ്പോഴേക്കും അവരവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയൊരു സർപ്രൈസൊക്കെ വെച്ചിട്ടുണ്ടായി. ഇതിൽ വേറൊരു കാര്യം നോക്കിയാൽ നിങ്ങൾ, കിട്ടിയ ഡ്രസ്സും രണ്ടുപേരും അപ്പം തന്നെ ഇട്ട് നോക്കലും കാര്യങ്ങളൊക്കെ ഇരുന്ന് കേട്ടോ. ഇവർക്കിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടിയേക്കണേന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കങ്ങോട്ട് വലിയ സന്തോഷമായി. ഞാനായിരുന്നു ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ കേട്ടോ. അങ്ങനെ ഈ അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഞങ്ങളെ വൈകുന്നേരം വിളിച്ചിട്ട് ഇവർ ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ചെമ്മീൻ ഈർക്കിലി, അതിൽ വേറെ എന്തെങ്കിലും പേരുണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിച്ചത്. പിന്നെ ഇവർക്കാണ് ഫ്ലവർ മില്ലുള്ളത്. അപ്പോൾ അവരുടെ അപ്പത്തിൻ്റെ പൊടി കൊണ്ട് അവരപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായി, പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായി. സുനിച്ചേട്ടന് വേണ്ടിയിട്ട് തക്കാളി ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ നെയ്മീൻ കറിയല്ലല്ലോ, എന്താണ് നെയ്മീൻ റോസ്റ്റ്, അങ്ങനെ പറയാൻ പറ്റില്ല, നെയ്മീൻ പൊള്ളിച്ചത് അതുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ഫുഡ് കിട്ടിയപ്പോഴേക്കും വീഡിയോയുടെ കാര്യം ഞാൻ നൈസായിട്ട് മറന്നോന്ന് അറിയാൻ പാടില്ല, എന്നാലും കഴിക്കുന്നിടക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നില്ല. സൂപ്പറായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല.